വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BCom BBA തേർഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ബിസിനസ് റെഗുലേഷൻ, അതായത് BComകാർക്ക് ബിസിനസ് റെഗുലേഷനും BBAക്കാർക്കുള്ളത് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. സെയിം സിലബസ് തന്നെയാണ് ഇവർക്ക് രണ്ടു പേർക്കും. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോഡ്യൂൾ 1-ലെ 2 മാർക്കിനുള്ള ചോദ്യമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസേഴ്സ് ഇല്ല, ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്, അപ്പോൾ അതൊക്കെ ഒന്ന് ഇടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മോഡ്യൂൾ 1 മുതൽ മോഡ്യൂൾ 5 വരെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സബ്ജക്റ്റും ഉണ്ട് അല്ലേ, അതൊക്കെ കഴിഞ്ഞ ശേഷം സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസേഴ്സും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഞാൻ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ എഴുതിയെടുക്കുക, വീഡിയോ കാണാൻ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്നിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ ഫോക്കസ് ചെയ്ത് നന്നായിട്ടിരുന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് എത്ര മാർക്കിൻ്റെയാണ്? 2 മാർക്കിൻ്റെയാണ്. ഇനി ഫസ്റ്റ് മോഡ്യൂളിൽ ഇനി 5 മാർക്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. 5 മാർക്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ തന്നെ essay ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഈ വീഡിയോ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് എഴുതി വെച്ചേക്കണേ, എന്നാലേ ഓരോ മോഡ്യൂളും ഏതൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഫസ്റ്റ് മോഡ്യൂളിലെ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്, അതായത് ഇമ്പോർട്ടൻസ് കേട്ടോ. ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഫസ്റ്റ് മോഡ്യൂളിൽ എന്തായാലും നിങ്ങൾ പഠിക്കണം, പഠിച്ചിട്ടേ എക്സാം ഹാളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് സിലബസിലെ മോഡ്യൂൾ 1-ലെ സിലബസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബിസിനസ് ലോ, അതിൽ ഇൻട്രൊഡക്ഷൻ, നേച്ചർ ഓഫ് ബിസിനസ് ലോ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ദെൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, കോൺട്രാക്ട് ഡെഫിനിഷൻ, ദെൻ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ്, ദെൻ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, കപ്പാസിറ്റി ടു കോൺട്രാക്ട്, ഫ്രീ കൺസെൻറ്റ്, കോയേഷൻ, undue influence, misrepresentation, fraud, mistake, void agreement, discharge of contract, breach of contract and remedies, contingent contracts. ഇത്രയുമാണ് മോഡ്യൂൾ 1-ലുള്ളത്. ആ മോഡ്യൂൾ 1-ലത്തെ ഉള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ പറയുന്ന ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മാർക്സിൽ ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതും കൂടി നോക്കാം. ഓക്കെ, ഡിഫൈൻ ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലോ. ലോ എന്നാൽ എന്ത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. അത് മീനിങ് ഒന്നല്ല, ശരിക്കും ലോ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടാവില്ലോ, ലോ എന്നാൽ എന്ത് എന്നുള്ള ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അത് അതേപടി എഴുതിയാൽ കഴിഞ്ഞാൽ തന്നെ മാർക്ക് കിട്ടും. പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, വാട്ട് ആർ വേരിയസ് സോഴ്സസ് ഓഫ് ലോ. സോഴ്സസ് ഓഫ് ലോ, വേരിയസ് സോഴ്സസ് ഉണ്ട്, അതായത് കസ്റ്റംസ് ആൻഡ് യൂസേജ്, ഫോറിൻ ലോ, സ്റ്റാറ്റസ് ഓർ ആക്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ല, അത് ഏതൊക്കെയാണെന്ന് മാത്രമേ എഴുതുക, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് മെർക്കൻഡൈൽ ലോ. എന്താണ് മെർക്കൻഡൈൽ ലോ? അത് ഡെഫിനേഷൻ എഴുതണമെന്നില്ല, അല്ലെങ്കിൽ മീനിങ് എഴുതിയാലും മതി, കാരണം നമ്മുടെ വാട്ട് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് മീനിങ് എഴുതിയാലും മതി. റെഡി. പിന്നെയുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോ. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോ ഉണ്ട്, അതായത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് സിവിൽ ലോ, പബ്ലിക് ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ക്രിമിനൽ ലോ എന്നൊക്കെ. അതൊക്കെ ജസ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക, കാരണം അത് ചോദിച്ചാലോ മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ജസ്റ്റ് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ എക്സ്പ്രസ് കോൺട്രാക്റ്റ്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്നാൽ എന്ത് എന്നുള്ളത് മീനിങ് എഴുതിയാലും കുഴപ്പമില്ല, ഡെഫിനേഷൻ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ആൻ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ അത് അതേപോലെ എഴുതി വെക്കുക. ജസ്റ്റ് അത് നമുക്കറിയാം, 2 സെൻറ്റൻസ് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്കിതിപ്പോൾ കഥ പോലെ എഴുതാൻ പറ്റേണ്ട കാര്യമല്ലല്ലോ ഇത്, അല്ലേ, കാരണം അത് ലോ അല്ലേ. അപ്പോൾ നിയമത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ HRM, മാർക്കറ്റിംഗ് ഒക്കെ പറഞ്ഞ പോലെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റില്ല. ഇത് ജസ്റ്റ് അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വ്യക്തമായും നീറ്റായിട്ടും എഴുതിയിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ഡിഫൈൻ കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്നാൽ എന്ത്, അത് ഡിഫൈൻ ചെയ്തിരിക്കണം. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ വോയിഡ് ആബ് ഇനീഷ്യോ, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ആൻ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. വാട്ട് ഈസ് ആൻ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. ഓക്കെ, ഇത് എക്സാം യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ് കേട്ടോ. വാട്ട് ഈസ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് ചോദിച്ച ഡിഫൈൻ വോയിഡ് ആബ് ഇനീഷ്യോ എന്ന് പറഞ്ഞില്ലേ, അതും യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 7ഉം 8ഉം ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ കൺസെൻസസ് ആഡ് ഐഡം.
Then next, what is void agreement? വാട്ട് ഈസ് വോയിഡ് എഗ്രിമെൻറ്റ്? അത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, യൂണിവേഴ്സിറ്റി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന മോഡ്യൂൾ 5 മോഡ്യൂളുടെയും 2 മാർക്സും 5 മാർക്സും എസ്സേ ടൈപ്പും കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ റെഡിയാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിൽ എൻ്റെ മൈൻഡിൽ ഓർമ്മ വന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ അത് അപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ പറഞ്ഞവരെ വോയിഡ് എഗ്രിമെൻ്റ് ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ വാലിഡ് കോൺട്രാക്റ്റ്? ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ വാലിഡ് കോൺട്രാക്റ്റ്, അത് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് എന്നാൽ എന്ത് എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെക്കുക. ദെൻ വെൻ ഡസ് ആൻ എഗ്രിമെൻറ്റ് ബിക്കംസ് എ കോൺട്രാക്റ്റ്? എന്നാണ് കോൺട്രാക്റ്റ്, ഒരു എഗ്രിമെൻറ്റ് ബിക്കംസ് എ കോൺട്രാക്റ്റായി മാറുന്നത്, എഗ്രിമെൻറ്റ് എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റായിട്ട് മാറുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. ദെൻ വാട്ട് ആർ ഇമ്മോറൽ എഗ്രിമെൻറ്റ്? എന്താണ് ഇമ്മോറൽ എഗ്രിമെൻറ്റ്? യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ പറയുന്ന ക്വസ്റ്റ്യൻ. ഇമ്മോറൽ എഗ്രിമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ പറയും, പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത്, ഡിഫൈൻ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് വോയിഡബിൾ കോൺട്രാക്റ്റ്? ദെൻ ഡിഫൈൻ വോയിഡ് കോൺട്രാക്റ്റ്. ഓക്കെ, ഇതിൽ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ദെൻ പിന്നെ ഏതാ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. റെഡി. ദെൻ വോയിഡബിൾ കോൺട്രാക്റ്റും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓർ ടാക്സിറ്റ് കോൺട്രാക്റ്റ്? ദെൻ അടുത്തത്, ഡിഫൈൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്? ദെൻ നെക്സ്റ്റ്, കോസി കോൺട്രാക്റ്റ്. ഓക്കെ, ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഓഫർ? ഓഫർ എന്നാൽ എന്തെന്നുള്ളത്. ദെൻ വാട്ട് യു മീൻ ബൈ കൗണ്ടർ ഓഫർ? ദെൻ വാട്ട് ഈസ് ആൻ അക്സെപ്റ്റൻസ്? ദെൻ വാട്ട് ഈസ് ഓപ്പൺ ഓഫർ? ദെൻ ഹൂ ക്യാൻ അക്സെപ്റ്റ് ദ ഓഫർ? ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ജനറൽ ആൻഡ് സ്പെസിഫിക് ഓഫർ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് സ്റ്റാൻഡിംഗ് ഓഫർ? ദെൻ ഡിഫൈൻ സ്പെസിഫിക് ഓഫർ. സ്റ്റാൻഡിംഗ് ഓഫർ യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്പെസിഫിക് ഓഫറും ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ് ആൻഡ് എക്സ്പ്രസ് അക്സെപ്റ്റൻസ്. ദെൻ വെൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ്? ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഓഫർ അറ്റ് ലാർജ് ഓർ ജനറൽ ഓഫർ? ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് കൺസിഡറേഷൻ? ദെൻ വാട്ട് ഈസ് പ്രിവിറ്റി കൺസിഡറേഷൻ? ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് പാസ്റ്റ് കൺസിഡറേഷൻ? The next, completed gift need no consideration. Comment. അത് നമുക്കറിയാം ഇത് പറയുന്നത് കേട്ടോ, അത് കമൻറ്റ് ചെയ്യണം. അതായത് കംപ്ലീറ്റഡ് ഗിഫ്റ്റ് നീഡ് നോ കൺസിഡറേഷൻ. അത് എന്തുകൊണ്ടാണ് ആ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത്. അതായത് ആബ്സെൻസ് ഓഫ് കൺസിഡറേഷൻ ഷോൾ നോട്ട് എഫക്ട് ദ വാലിഡിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് ഡോണി ഓഫ് എനി ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്. അതാണ് അതിൻ്റെ ആൻസർ വരിക കേട്ടോ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രിവിറ്റി കോൺട്രാക്ട്? The next, is consideration needed in a contract of agency? University question ആട്ടോ. Then 40th question, define consent. Then next, what is nudum pactum? University ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാ. Then can consideration move from a stranger? What is the rule in India? Then what is mean by illusory consideration? Then next, distinguish between stranger to consideration and stranger to contract. The next, who is minor? Next, what do you mean by capacity to contract? Next question, what are necessary goods? Next, what do you mean by estoppel? Then next, define lunatic. Then next, who are the persons incomplete to contract? 51ാമത്തെ ചോദ്യം, ഗിവ് എ ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇൻകേപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്. 52ാമത്തത്, വെൻ ഈസ് എ പേഴ്സൺ ഡീംഡ് ടു ബി ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് അനദർ. 53, വെൻ ഈസ് എ മൈനർ ലയബിൾ ഓൺ എ കോൺട്രാക്ട് ഫോർ നെസസറീസ്. 54ാമത്തത്, ഡിഫൈൻ ഫ്രീ കൺസെൻറ്റ്. 55, വാട്ട് ഈസ് മീൻ ബൈ കൊയേഷൻ. The next is, what is the effect of fraud? 57ാമത്തത്, define fraud.
58 വാട്ട് ഈസ് മിസ്റെപ്രസെൻറ്റേഷൻ. 59ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. 60ാമത്തത് ഹൂ ഈസ് എ പർദനാഷ്യൻ വുമൺ. വാട്ട് ആർ യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആൻ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. 64ാമത്തത് വാട്ട് യു മീൻ ബൈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. 65 വെൻ ഈസ് ടൈം കൺസിഡേർഡ് ആസ് ദ എസെൻസ് ഓഫ് കോൺട്രാക്റ്റ്. 66ാമത്തെ ചോദ്യം വാട്ട് യു മീൻ ബൈ റെസിപ്രോക്കൽ പ്രോമിസസ്. 67 വാട്ട് ഈസ് സ്പെസിഫിക് പെർഫോമൻസ്. 68 വാട്ട് യു മീൻ ബൈ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓർ ടെൻഡർ. നെക്സ്റ്റ് ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് അണ്ടർ എ കോൺട്രാക്റ്റ്. 70ാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. 71 വാട്ട് ഈസ് എ നോവേഷൻ. 72ാമത്തെ ചോദ്യം വാട്ട് ഈസ് മെർജർ. 73 വാട്ട് യു മീൻ ബൈ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. 74 വാട്ട് ഈസ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി. 75ാമത്തെ ചോദ്യം വാട്ട് യു മീൻ ബൈ ആൾട്രേഷൻ. 76 എ കോൺട്രാക്റ്റ് ഈസ് ഡിസ്ചാർജ്ഡ് ബൈ ലാപ്സ് ഓഫ് ടൈം. കമൻറ്റ്. 77 വാട്ട് ഈസ് റെസിഷൻസ് ഓഫ് കോൺട്രാക്റ്റ്. 78 വാട്ട് ഈസ് ഇൻജെക്ഷൻ. 79 എക്സ്പ്ലെയിൻ ദ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. 80ാമത്തെ ചോദ്യം വാട്ട് ആർ ഡാമേജസ്. 81ാമത്തെ ചോദ്യം ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആക്ച്വൽ ബ്രീച്ച് ആൻഡ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. 82ാമത്തെ ചോദ്യം വാട്ട് ഈസ് മീൻ ബൈ പെനാൽറ്റി. 83 വാട്ട് ഈസ് ലിക്വിഡേറ്റഡ് ഡാമേജസ്. 84 സ്റ്റേറ്റ് ദ റെമഡീസ് ഇൻ കേസ് ഓഫ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. 85ാമത്തെ ചോദ്യം വാട്ട് യു മീൻ ബൈ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. 86ാമത്തത് ഡിഫൈൻ കണ്ടിജൻറ്റ് ഗുഡ്സ്. 87 വാട്ട് ആർ വേജറിങ് എഗ്രിമെൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് മോഡ്യൂളിൽ 2 മാർക്സ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചോദ്യങ്ങളാണിത്. എല്ലാ ചോദ്യം ഈ പറഞ്ഞ 87 തന്നിട്ടുള്ള 87 വരണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് ഫോക്കസ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഇതിൽ തന്നെ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഓരോ മോഡ്യൂളിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നുള്ള ഇമ്പോർട്ടൻസ് ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫസ്റ്റ് മോഡ്യൂൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞത് വെറും 2 മാർക്കിന് ചോദ്യങ്ങളാട്ടോ ഫസ്റ്റ് മോഡ്യൂളിൽ. ഇനി ഫസ്റ്റ് മോഡ്യൂളിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതേപോലെ എസ്സേ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഓരോ വീഡിയോകളിൽ ഉൾപ്പെടുത്താം. അടുത്ത ഒരു വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ പറയുന്ന വീഡിയോയിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ഇരുന്ന് പഠിച്ചിരിക്കണേ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അടുത്ത വീഡിയോയിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.